ഇത് കാസർഗോഡ് അനന്തപുരം തടാക ക്ഷേത്രം. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലെ കുമ്പള പട്ടണത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അനന്തപുരം തടാക ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ആത്മീയ ശക്തിയാൽ ഊർജ്ജസ്വലമാണ് ഇവിടം. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഇത് എന്നും പറയപ്പെടുന്നു. അന്ന് രസകരമായൊരു കഥ കൂടിയുണ്ട്. ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന വില്വമംഗലസ്വാമി ഭഗവാൻ എന്തോ വികൃതി കാണിച്ചപ്പോൾ ശകാരിച്ചതിന് പ്രതികാരമായി നമുക്കിനി അനന്തൻ്റെ വനമായ അനന്തൻകാട്ടിൽ കാണാം എന്ന് പറഞ്ഞ് യാത്രയായി. തടാകത്തിൻ്റെ വടക്ക് വലതുമൂലയിലുള്ള ഒരു ഗുഹയിലൂടെയാണ് ഭഗവാൻ തിരുവനന്തപുരത്തേക്ക് പോയതത്രേ. ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ഗുഹ നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പത്മനാഭസ്വാമി പോയ അനന്തൻകാട്. എന്തൊക്കെ രസകരമായ കഥകളാണല്ലേ. 2 ഏക്കർ വിസ്തൃതിയിലുള്ള തടാകത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ ഒരു മുതലയുമുണ്ട്. ആദ്യമുണ്ടായിരുന്ന മുതല 1 വർഷം മുമ്പ് ഭഗവത്പാദം പോകി. ആ മുതലയുടെ പേര് ബാബിയ എന്നായിരുന്നു. പൂർണ്ണമായും സസ്യാഹാരിയായിരുന്നു ആ മുതല. ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന അരിയും ശർക്കരയും മാത്രമേ അത് കഴിക്കൂ. 2022 ഒക്ടോബർ 10 80-ാം വയസ്സിലായിരുന്നു അതിൻ്റെ അന്ത്യം. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പുതിയൊരു മുതല തടാകത്തിൽ കണ്ടു. അതും സ്വയം വന്നതാണെന്ന് പറയപ്പെടുന്നു. എന്തൊക്കെ കഥകളും വ്യത്യസ്തതകളുമൊക്കെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളും ചുറ്റുപാടുകളിലുമെല്ലാം. ഇനിയും ഒരുപാട് കഥകളും കാര്യങ്ങളുമായി വീണ്ടും വരാട്ടോ. ഓക്കേ, താങ്ക് യു.